ഒരു വർഷമാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല പെത്തടിനടിച്ചായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ സ്ട്രോക്കിൽ നിന്ന് വരെ എടുത്തടിക്കും പോലും അങ്ങനെ ഡിസ്മിസ്സായി. അതിനുശേഷം പിന്നെ കയറിയില്ല. പിന്നീട് ആളെ കോളേജിൽ കണ്ടിട്ടില്ല. പിന്നെ ഒരു 4 പേരും കൂടി കാർ ആക്സിഡന്റ് ആയ സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. കാർ ആക്സിഡന്റോ? ഒരു മേജർ കാർ ആക്സിഡന്റ്. 4 പേരും നല്ല വെള്ളത്തിലായിരുന്നു. ശിവകുമാർ, സേവി പുന്നു സാറിന് അറിയും, നിങ്ങളുടെ ഫോറൻസിക്കിലെ സീനിയർ പോലീസ് സർജനായിരുന്നു. പിന്നെ അലക്സാണ്ടർ, പിന്നെ സെൽവൻ. അലക്സാണ്ടർ ആയിരുന്നു കാർ ഓടിച്ചത്. അലക്സാണ്ടർ കുറേ കാലം ഹോസ്പിറ്റലായപ്പോൾ ഇയർ ബാക്കായി. പിന്നെ കുറേ കാലം കോമയിലായിരുന്നു. സെൽവരാജ് പിന്നെ ക്യാമ്പസിൽ വന്നിട്ടേ. സോ അന്ന് നടന്ന ആക്സിഡന്റ് ആണ് സാർ ഇതിന്റെ എല്ലാം ഒറിജിൻ പോയിന്റ്. അനാട്ടമി ഹാളിലെ കോട്ട് അനുസരിച്ച് അപ്പോൾ ഇനി 2 കൊലകൾ കൂടി. ആൻഡ് ഫൈനലി വി ഹാഡ് 2 more possible victims. മാഡം, സേവി സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. സാറ് സർജറി ഉണ്ട് കോഴിക്കോട് സൺറൈസ് ഹോസ്പിറ്റലിൽ. സർജറി എപ്പോഴാണ് മാഡം? നാളെയോ മറ്റന്നാളോ ആണ്. അത് അങ്ങേരോട് പോയി ചോദിക്കേ. സേവിയുടെ അമേരിക്കയിലുള്ള മകളെ വിവരം അറിയിച്ചിട്ടുണ്ട്. ആ കുട്ടിയോടെ സേഫാണെന്ന് വേണം കരുതാൻ. ഈ അലക്സാണ്ടർ ഒരു അഭിഭാഷകന് മക്കളൊന്നുമില്ല. നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സേവി ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല സാർ. അവിടെ ആരില്ല സാറേ, കുറച്ചാളായിട്ട് ആരില്ലാത്ത പോലെ വീട് കിടക്കണേ. ഈ രാഘവൻ, ലോട്ടറി കച്ചവടക്കാരൻ രാഘവൻ ഈ കേസ് വയ്ക്കുന്നത് അത് നമുക്കറിയില്ല സാർ. എങ്കിലും വളരെ ആകസ്മികമായിട്ട് ഈ കേസിനകത്തേക്ക് കടന്നു വന്ന ഒരാളല്ല അയാൾ. കൃഷ്ണദാസിന്റെ ശബ്ദം പോയ സർജറിയും പണ്ട് നടന്ന ആക്സിഡന്റോ എവറിത്തിങ് ഈസ് ഇന്റർ കണക്റ്റഡ്. അവര് മക്കളെ ടാർഗറ്റ് ചെയ്യണം സാർ. കടയിൽ കൂട്ടി വരുന്ന വഴിയാ. അയൽക്കാരനാ സാർ. അലക്സാണ്ടർ എവിടെ ഇല്ലേടോ? ഇങ്ങനെ ഇവിടെ ഇല്ല സാറേ. എവിടെ പോയതാ? 10-15 ദിവസം മുന്നേ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ദുബൈയിലേക്കാന്ന് പറഞ്ഞു പോയതാണ്. എപ്പോ വരുമെന്നറിയോ? ഒരു ഐഡിയ ഇല്ല സാർ. യേസ് ഭായി, ഡോക്ടർ അലക്സാണ്ടർ വീഡിയോ കോളിലുണ്ട്. ഡോക്ടർ എന്നാ നാട്ടിലേക്ക് വരുന്നത്? സാറേ, എനിക്ക് ജീവനെ കൊതിയുണ്ട് സാർ. നിങ്ങൾ പിടിക്കുന്നത് വരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാന്നായിരുന്നു. ഒരു 5-6 മാസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് തന്നായിരുന്നു. അന്നാരും എല്ലാവരും എന്നെ വിളിച്ചത്. ഞാനാണ് നാട്ടിലേക്കില്ല സാർ. ഡോക്ടർ 6 മാസം മുമ്പ് ഇയാൾ അവിടുത്തെ ലോക്കൽ സ്റ്റേഷനില് തന്റെ വീടിന് നേരെ രാത്രിയായ കല്യാണെന്നും പറഞ്ഞ് പരാതിപ്പെട്ടിരുന്നു. ഇതതിന്റെ എഫ്ഐആറിന്റെ കോപ്പിയാണ്. ചിലപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചില്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. അമ്മയോട് ഉണ്ടാക്കുന്ന പിന്നീട് ഒന്നുമില്ല. പിന്നെ ഒരു ചലഞ്ച് വരുന്നുണ്ട്. അത് ഈ വീട്ടിൽ നിന്നല്ല, വേറൊരു വീട്ടിൽ നിന്നാണ്. അത് കുറച്ച് ഡിഫിക്കൾട്ടാണ് എന്ന് പറയുന്നത്. ഡിഫിക്കൾട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കളിച്ചിട്ടാണ്. ഇബ്രാഹിം ഹോസ്റ്റലോ ഡിങ്കിരി 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 പട്ടാളം കിട്ടിയില്ല. ഡുങ്കി 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 പട്ടാളം കോഴിക്കുഞ്ഞിന് കുറുക്ക വെക്കുന്ന കുറുക്കി പട്ടാളം നാക്കെടുത്താൽ ചൂസടി നാക്കെടുത്താൽ തോക്കടിക്കണ ചീറ്റ് കൂടാരോ നാക്കെടുത്താൽ ചീറ്റ് കൂടണ ചീറ്റ് കൂടാരോ കിയാ കിയാ കുരിഞ്ഞ കിയാ കുരിഞ്ഞ കിയാ കിയാ കുരിഞ്ഞ. സാറ് വൈ നീ എന്ന് ചോദിച്ചില്ല. ഒട്ടും സർപ്രൈസ്ഡ് ആയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിക്കേണ്ടവരല്ലേ. Anything can happen to anyone, anytime, അല്ലേ? കാര്യം
സ്വർണം ചെയ്യും. അപ്പോൾ guys, തലയ്ക്ക് വെളിവില്ലാത്ത ആളാട്ടോ. ഏഷ്യാനെറ്റ് മൂവീസിൽ ആദ്യമായി കോമഡി ഫാമിലി എന്റർടൈനർ ഗർ നാളെ രാത്രി 7 മണിക്ക്. മൂവി ചാനൽ പ്രീമിയർ സമർപ്പിക്കുന്നത് മൈജി ഓണം മാസോണം സീസൺ 2. അപ്പോൾ ഗൈസ് എന്തോ തറ വീണു ഗൈസ്. അയ്യോ. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഇരുന്നിട്ടില്ല, ഞാൻ നിൽക്കുകയാണ്. കാരണം ഈ സെറ്റ് എൻ്റെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ ഇരുന്നതല്ല ഗൈസ്, സത്യം ഞാൻ ഇരുന്നതല്ല ഗൈസ്. അതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ആ ഒരു സെറ്റിങ് കൂടെ കാണുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞാൽ ഇരിക്കുന്നതല്ല ഗൈസ്, സത്യം ഗൈസ്, അങ്ങനെ ഇരിക്കത്തേ ഇല്ല. അയ്യോ എനിക്ക് ദോശയും സാമ്പാറുമേ ഗൈസ്. ഭയങ്കര പാടാണ് ഗൈസ്. അതെ, ഈ പിള്ളേരെ തലൊളിപ്പിക്കൽ പരിപാടി ഇന്നത്തോടെ ഞാൻ നിർത്താൻ പോവാ. ചേച്ചി തല കുളിപ്പിക്കുമ്പോൾ ജൂനിയർ നെക്ടാറല്ലേ ഉപയോഗിക്കണ്ടേ? ടിയ ഫ്രീ ആൻഡ് മോയ്സ്ചർ ലോക്കൊക്കെ ഉള്ളതാ. കുട്ടികൾ പിന്നെ ആർത്തുല്ലസിച്ചല്ലേ കുളിക്കുക. ജൂനിയർ നെക്ടാർ ഹെയർ ക്ലെൻസിംഗ്. കണ്ണിലായാലും ഒട്ടുമെരിയാത്ത ജൂനിയർ നെക്ടാർ കുട്ടികളുടെ ഇളം ചർമ്മത്തെ ബാധിക്കാതെ ക്ലെൻസിംഗ് സാധ്യമാണ്. ജൂനിയർ നെക്ടാർ ഹെയർ ക്ലെൻസിംഗ് കുട്ടികളുടെ വാർത്തായി ആനന്ദം. താരാട്ട് കേട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങും, പക്ഷെ ശരിയല്ലാത്ത ഡയപ്പറിന്റെ നനവ് കൊണ്ട് റാഷസ്. ഓരോ രാത്രിയിലും സുഖനിദ്രയ്ക്കായി പാമ്പേഴ്സ് മാത്രം. ഇതിന്റെ ആനോ അടങ്ങിയ ആന്റി റാഷ് ബ്ലാങ്കറ്റ് റാഷസിൽ നിന്നും സംരക്ഷിക്കുന്നു. രാത്രി മുഴുവൻ നനവ് വലിച്ചെടുത്ത് 100% ലോക്ക് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് ഗൈസ്. ഇവന്മാരക്കാരാണെന്നറിയാമോ? എല്ലാവർക്കും മക്കളെ പോലെ നന്നായി പിന്നെ